ഇന്നലെ പാലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടില്ലേ? അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ കൂട്ടുകാർക്ക് ഏതൊക്കെ റെസിപ്പിയുടെ വീഡിയോ വേണമെന്ന് വെച്ചാൽ ഓരോരുത്തരായിട്ട് കമൻറ്റ് ഇട്ടോ. ഞാൻ എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം പറയണേ ചേച്ചി കടയിൽ ഉണ്ടാക്കണ ഗോതമ്പുട്ടിൻ്റെ അരിപ്പുട്ടിൻ്റെ വീഡിയോ ഇടാൻ. അതിപ്പോൾ എന്തെന്നാ പറയാനുള്ളത്? കേക്ക് പുട്ടുപൊടി മേടിക്കുക, ഇച്ചിരി ഉപ്പും വെള്ളം എടുക്കുക, തളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ കടയിൽ ഉണ്ടാക്കി കൊടുക്കണ പുട്ടിട്ടാ. ആ പുട്ടിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ. അതിപ്പോൾ ഉണ്ടാക്കി കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതേ വെള്ളമൊന്നും ഒഴിക്കാതെ കൈ കൊണ്ട് പോലും നനക്കാതെ ഉണ്ടാക്കാൻ പറ്റിയ 2 വെറൈറ്റി പുട്ട് കാണിച്ചു തരട്ടെ. ഈ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുപൊടി ഇല്ലാന്നും പറഞ്ഞ് കടയിൽ ഓടാനൊന്നും നിൽക്കേണ്ട. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അപ്പത്തിൻ്റെ പൊടിയായിരിക്കും, അത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് പുട്ടുണ്ടാക്കുക കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് അപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് പൊടിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1.5 ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതെ, ഈ പഞ്ചസാര ഒഴിവാക്കേണ്ട ആൾക്കാർക്ക് ഒഴിവാക്കട്ടെ. പക്ഷേ ഈ പഞ്ചസാര ഇടുമ്പോൾ ആദ്യപ്പുറത്ത് വാരിക്കോരിയൊന്നും ഇടാൻ നിൽക്കണം. ഒരു ഇച്ചിരിക്കോളമാണ് ഇട്ട് കൊടുത്തേക്കണം, പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് 2 ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും അതേപോലെ 2-3 പെരുംജീരകത്തിൻ്റെ ഇതില്ലേ, അതും ഇട്ട് കൊടുക്കുക. പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് പെരുംജീരകം ഉണ്ടായിരുന്നില്ല. ഞാൻ ചില സമയത്ത് പുട്ടുണ്ടാക്കുമ്പോൾ പെരുംജീരകം കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പുട്ടിന്. ഇപ്പോഴേ നമ്മുടെ അരിപ്പുട്ടിൻ്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പുട്ടിൻ്റെ പൊടി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാനത് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പൊടി ഒന്ന് വറുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ വെറൈറ്റി പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അതും പറഞ്ഞിട്ടേ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും വറുത്തേക്കല്ലേട്ട, കരിഞ്ഞെങ്ങാനും പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പം നന്നായിട്ടൊരു മണം വരും. ആഹാ, ആ മണം വന്നു കഴിയുമ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം, ഈ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ 1 കപ്പ് ഗോതമ്പൊടിക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പം എല്ലാവരും പറയും ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പുട്ടിൽ കൊണ്ട് ചോറിട്ട് കൊടുത്തത്. ഇടക്കിടക്കൊക്കെ വെറൈറ്റി ആകാമല്ലോ. അങ്ങനെ അതും പൾസ് ചെയ്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയും അതേപോലെ തന്നെ കൈകൊണ്ട് നനക്കാതെയൊക്കെയാണ് നമ്മൾ ഈ പുട്ടുപൊടി തയ്യാറാക്കിയിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ ഗോതമ്പുട്ടിനൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ കട്ട കട്ട പോലെയൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ അതേ ഞാൻ ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഉടത്തിയിട്ടിട്ട് ആണ് പുട്ടുണ്ടാക്കിയിരിക്കണത്. അങ്ങനെ ഞാനേ ഗോതമ്പുട്ട് വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അരിപ്പുട്ട് നമ്മൾ കടയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതേ ഗോതമ്പുട്ട് 2 കണ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വൈകുന്നേരം ആയാലും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കട്ടെ ഈ ഗോതമ്പുട്ട്. അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി ഇത് അരിപ്പൊട്ട് ഉണ്ടാക്കാനും ഞാൻ ഇതേപോലെ കണയിലോട്ട് ഇട്ട് കൊടുക്കേണ്ട. അപ്പം നമ്മൾ കടയിൽ വെച്ചിട്ട് 3 കണ വെച്ചാലേ ഇത് ആയി കിട്ടുള്ളൂ, അല്ലാണ്ട് ഒറ്റ കണയിലൊന്നും വെച്ചാൽ ആകൂല. അങ്ങനെ നമ്മൾ 3 കണയും നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇനി പുട്ടുപൊടി ഇല്ലയെന്നും പറഞ്ഞിട്ടും ആരും പുട്ടുണ്ടാക്കാണ്ടിരിക്കേണ്ട. പിന്നെ അതേപോലെ തന്നെ അപ്പത്തിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ട് എല്ലാവരും പുട്ടുണ്ടാക്കിയായിരിക്കും. പക്ഷെ അത് വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കുള്ളൂ പുട്ടുണ്ടാക്കണം. അല്ലാണ്ട് പച്ചവെള്ളത്തിൽ പുട്ടുണ്ടാക്കിയാൽ ശരിയാകുകയില്ല. പച്ചവെള്ളത്തിൽ പുട്ടുണ്ടാക്കി കട്ട പോലെ ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഇച്ചിരി ചോറുണ്ടെങ്കിൽ ബാക്കിയൊന്നും ചോറൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിക്കോന്നേ. അപ്പോൾ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള 2 പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.